6-7 മാസത്തോളം ഞാൻ ആ ഒരു ലൈസൻസ് വെച്ച് ഒന്നും ചെയ്യാതിരുന്നു. ഒരുപാട് ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്, മനസ്സ് നൊന്ത് തന്നെ ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനകത്തൊന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പേടിച്ച് പിന്മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം എൻ്റെ ലൈഫിലോട്ട് കറങ്ങി തിരിഞ്ഞു വരികയാണ്. അപ്പം ഞാൻ പറയത്തില്ല ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നോ ആഗ്രഹിച്ച് വിട്ടൊരു കാര്യം, അത് ഞാൻ അത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമല്ല, എന്നിട്ടും അത് കറങ്ങി തിരിഞ്ഞ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി റിവീൽ ഡേ ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ കമൻസിൽ വരുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് എൻ്റെ പ്രൊഫഷൻ, എന്താണ് ഞാൻ എന്ത് സ്ഥാപനമാണ് നടത്തുന്നത്, അങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. മോട്ടിവേഷൻ ആവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു മോട്ടിവേഷൻ വീഡിയോയും അല്ല, അങ്ങനെ കാണരുത്. എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റക്കായി പോയവർക്ക്, അല്ലെങ്കിൽ ഇപ്പം വലിയൊരു വിഷമത്തിലൂടെയൊക്കെ പോകുന്നവർക്ക് ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അതായത് ഞാനും എൻ്റെ ലൈഫിൽ ഭയങ്കര സ്റ്റക്കായിട്ട് നിന്ന, ഭയങ്കര ഡൗൺ ആയിട്ട് നിന്ന ഒരു മൊമെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള ലെവലിലോട്ട് എത്തിയത്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ യാത്രയിൽ ഒരുപാട് സ്ട്രഗ്ലിങ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഫേസ് ചെയ്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിലോട്ട് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ലെവലിലോട്ട് ഞാൻ എത്തിയത് ഒരുപാട് വീഴ്ചകളും ഒരുപാട് കരച്ചിലും സങ്കടങ്ങളും ഒക്കെ നേരിട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുറേ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ടായിരുന്നു. ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്, അവർ പരിശ്രമിക്കാൻ തയ്യാറാവുന്നുണ്ട്, വീണ്ടും ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാൾക്കെങ്കിലും ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും കാണാം. അപ്പം ഞാനും നിങ്ങളെപ്പോലെ കുറച്ച് നാൾ മുമ്പ് പല വീഡിയോസ് കണ്ട്, പലരുടെ മോട്ടിവേഷനൊക്കെ കേട്ട്, പലരോട് അഭിപ്രായങ്ങൾ ചോദിച്ച് ഒരാശ്വാസവാക്ക് എവിടെ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് ഓടി നടന്ന് അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇന്ന് ഞാൻ ആരെയൊക്കെ തേടി നടന്നോ അവരുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ലൈഫിൽ അങ്ങനെ വലിയൊരു സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവണമെന്നോ, എന്താ പറയുക, ഒരു വലിയൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഉള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എനിക്കങ്ങനെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. സ്വപ്നങ്ങളില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാനത് പറയാറുണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ പോയി. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് കലകളോട് ഭയങ്കര താല്പര്യമായിരുന്നു. പടം വരയ്ക്കും, ചെറുതായിട്ടൊക്കെ പടം വരയ്ക്കും, ഡാൻസ് കളിക്കും ചെറുതായിട്ട്, പിന്നെന്താ പാട്ട് പാടും, അതും ചെറുതായിട്ട്. പാട്ട് അത്ര ശബ്ദമൊന്നും അത്ര അടിപൊളിയല്ലാത്തത് കൊണ്ട് പാട്ടൊന്നും അതിന് ഞാൻ ശ്രമിക്കാറില്ല. മറ്റ് നാടൻ പാട്ട്, അങ്ങനെ പദ്യപാരായണം, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട്. പിന്നെ നാടകങ്ങളിലൊക്കെ നാടകങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ വിട്ടിട്ടില്ല കേട്ടോ, നാടകങ്ങളിലൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കലയോട് ഭയങ്കര താല്പര്യം. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നമായിരുന്നില്ല. എനിക്കിഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട്. എനിക്ക് ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ പിന്നെ ടി വിയുടെ ഉള്ളിൽ എന്നെ കാണുമ്പോൾ, സിനിമയിൽ എന്നെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം എനിക്ക് സിനിമയോട് ഭയങ്കര ആഗ്രഹം തോന്നുന്നത്. അങ്ങനെ സിനിമാ നടിയാവണം എന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മൾ അന്വേഷിക്കല്ലോ. നമ്മൾ നാട്ടിൻപുറത്താണ്, നമുക്ക് വലിയ അറിവുകളൊന്നും ഇല്ല. അന്ന് സിനിമയിലൊന്നും അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ, നമ്മൾ ആ ഒരു പ്രായത്തിൽ ആരോടെങ്കിലുമൊക്കെ തിരക്കി അവരൊക്കെ പറയുന്ന ആൻസേഴ്സ് ആയിരിക്കുമല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടു, ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പോകാൻ പറ്റും, ഡാൻസേഴ്സിനെ സിനിമയിൽ കയറ്റും എന്ന് പറഞ്ഞിട്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പഠിപ്പിക്കാമെന്ന്. പക്ഷെ അന്ന് സാമ്പത്തികമൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് ഡാൻസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് സിനിമയോടുള്ള മോഹം. ഒരു 2018 വരെ ഞാൻ സിനിമ മോഹിച്ച് നടന്നിട്ടുണ്ട്. പരിശ്രമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഓഡീഷൻസിൽ പങ്കെടുക്കാൻ പോവോ, പക്ഷെ സിനിമ എന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാരെ പറ്റി അറിയാനൊക്കെ ഭയങ്കര കൗതുകവും അങ്ങനെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു എനിക്കൊരു സമയത്ത്. പിന്നെ അതങ്ങ് 2018 ആയപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. സിനിമയോടുള്ള ആഗ്രഹം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ ഒരു ഡ്രീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചേ ഞാൻ അടങ്ങൂന്ന് പറഞ്ഞിട്ട് നടന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ആ ഒരു സിനിമാ മോഹം എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതായിരുന്നു. അതല്ലാതെ എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയെ നോക്കുക, ഫാമിലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മയാണ് ഫാമിലിയൊക്കെ, കുടുംബമെല്ലാം നന്നായിട്ട് നോക്കിക്കൊണ്ട് പോയത്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയുടെ ഈ സ്ട്രഗിൾ കണ്ട് വളരുന്നത് കൊണ്ട് തന്നെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യരുത്, അമ്മയെ നന്നായിട്ട് നോക്കണം, എനിക്കൊരു
പ്രായപൂർത്തിയാവുന്നൊരു സമയമാകുമ്പോൾ ജോലിക്കൊക്കെ പോയി അമ്മയെ നോക്കണം. അതിപ്പോൾ എന്ത് കൂലിപ്പണി ചെയ്തിട്ടായാലും കുടുംബം നോക്കണം എന്നുള്ളൊരു സ്വപ്നം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ അല്ലെങ്കിൽ പഠിച്ച് വലിയൊരാളാവണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ, വലിയ മോശമല്ലാതെ ജയിക്കുമെന്നറിയാം. അങ്ങനത്തെ ഉള്ളൊരു പഠിപ്പുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചാൽ മതി, ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തന്നെ ജോലിക്കൊക്കെ പോകണം, അങ്ങനത്തെ ഒരു തീരുമാനത്തിലൊക്കെ ഇരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ ജോലിക്ക് പോകാനൊക്കെ തയ്യാറായി. സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എന്നെ വിട്ടില്ല, ജോലിക്ക് പോകണ്ട, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമല്ലോ, പൈസ ഉണ്ടാക്കാമല്ലോ, അമ്മയെ ഹെൽപ്പ് ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ ആയി. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എനിക്ക് പഠിക്കണം എന്നൊരു മോഹം വന്നു. അത് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് പഠിക്കാൻ അങ്ങോട്ട് ഡബിൾ മൈൻഡാണ്. പഠിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ പഠിക്കേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യത്തെ കുറച്ച് കാലം തയ്യലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിലെ സാഹചര്യം കുറച്ച് മോശമായി, സാമ്പത്തികമായിട്ട് കുറച്ച് മോശമായിട്ട് നിന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അപ്പം +1 പഠിക്കേണ്ട പ്രായത്തിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ആയാലും സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. ഞാനും ഇതുപോലെ പഠിക്കേണ്ടതായിരുന്നല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ, അങ്ങനെയുള്ള വിഷമം എനിക്ക് വരാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം വന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഒരു വരുമാനമുണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് പഠിക്കാൻ പോകുമ്പോൾ, കാരണം പഠിക്കാൻ പോകുമ്പോൾ അതിന് ചിലവുകളുണ്ട്, പിന്നെ എനിക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല, അപ്പോൾ വരുമാനവും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് പഠിക്കേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്, ഒരു 80%. പക്ഷെ ഒരു 20% എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഈ ടൈമിലാണ് എൻ്റെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പഠിക്കാൻ പോയതൊക്കെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിക്കുമ്പോൾ. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 80% എനിക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. 20% എൻ്റെ ആഗ്രഹം മാത്രമാണ്. ആ 20% എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് തീവ്രമായിരുന്നു. ആ ആഗ്രഹമാണ് പിന്നീട് നടക്കപ്പെട്ടത്. അപ്പോൾ അതിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള എൻ്റെ +1 +2 കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കും ജോലി ചെയ്ത് ജോലിയുടെ ഞാൻ ആ സമയത്ത് ട്യൂഷനൊക്കെ എടുക്കും. അപ്പോൾ എനിക്കുള്ള ഏണിങ്സൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം തയ്ച്ചൊക്കെ കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ വരുമാനമൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാനുള്ള പൈസയൊക്കെ. അപ്പം അങ്ങനെ എൻ്റെ +2 കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പഠിക്കാതെ പഠിച്ചതുകൊണ്ടായിരിക്കും ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്, കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ജോലി ചെയ്തും ജീവിക്കാൻ പറ്റും, അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് 2016 ജിമ്മിൽ ഒരു ജിം ട്രെയിനറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ ഒരു ജോബ് ഓഫർ വന്നു. അങ്ങനെ ആ ജോലി ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ജിമ്മിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ജിമ്മിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതുമാത്രമല്ല, ഞാൻ ഭയങ്കര കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ ആ ചുറ്റുപാട്, അതിനപ്പുറത്തോട്ട് എനിക്കൊരു ലോകമില്ല. ശരിക്കും ഒരു കോഴിക്കുഞ്ഞ്, അമ്മയുടെ ചിറകിനടിയിലിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞ്, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അത് വിട്ടിട്ട് ആദ്യമായിട്ട് ലോകം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ജോലി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും, ഒരുപാട് നല്ല നല്ല ചിന്താഗതികൾ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. ഞാനൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു. എൻ്റെ ആ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറൊക്കെ കുറച്ചൊക്കെ മാറിയത് അവിടെ പോയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ആളുകളുമായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് ബന്ധങ്ങൾ വന്നു, ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടായി. എല്ലാവർക്കും എന്നെ ഭയങ്കര സ്നേഹമാണ്, എന്നെ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ, ഒരു മോളെ പോലെയൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ. അങ്ങനെ എൻ്റെ ലൈഫ് പോവാണ്. ഈ സമയത്തൊക്കെയാണ് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. നന്നായിട്ട് പഠിക്കണം, വിദ്യാഭ്യാസം ആവശ്യമാണ്. അതുപോലെ PSC ഒക്കെ നോക്കണം, പഠിച്ചൊരു ജോലി മേടിക്കാൻ നോക്കണം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിച്ചൊരു ജോലി മേടിക്കുക എന്നുള്ളത് എനിക്ക് ദൂരെയുള്ളൊരു സ്വപ്നമാണ്. അതായത് ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ജോലിയുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കണം. ഈ പഠിച്ച് എത്ര നാൾ പഠിച്ചാലാണ് എനിക്കൊരു ജോലി കിട്ടുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫാമിലിയെ നോക്കണം എന്നുള്ള ലക്ഷ്യമാണ്. എൻ്റെ അമ്മ കഷ്ടപ്പെടരുത്, അമ്മ ജോലിക്കൊന്നും പോകരുത്, അമ്മയെ നോക്കണം എന്നുള്ള സ്വപ്നമാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാൾ പഠിച്ച് എനിക്കൊരു ജോലി കിട്ടി, എല്ലാം റെഡിയായി അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷെ നോക്കിയിട്ടുണ്ട്, PSC ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്.
എനിക്കത് വർക്ക് ആവുന്നില്ല എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. എനിക്കത് പഠിക്കാൻ പറ്റില്ല, എനിക്കത് അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ച് ഒരു ജോലി എന്ന് വെച്ചാൽ എനിക്ക് ക്ഷമയില്ല, എനിക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്ത കാരണം അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഞാൻ പഠിച്ചു, PSC ഒക്കെ ട്രൈ ചെയ്തു, പക്ഷേ ഞാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ ടൈമിലൊക്കെ എനിക്ക് ഡിഗ്രി ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പൈസ ചിലവായതുകൊണ്ടും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടും ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അങ്ങനെ നിന്നു. +2 കഴിഞ്ഞു. +2ൻ്റെ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കുറച്ച് ഡിഗ്രിയും കൂടെ എനിക്ക് വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതെന്തെങ്കിലും സാധിക്കും എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ പിന്നീട് ഡിഗ്രിയും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതായത് അതുവരെയുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എങ്ങനെയെങ്കിലും കുടുംബം നോക്കുക, സ്ട്രഗിൾ ചെയ്തിട്ടായാലും ഒരു കുഞ്ഞ് ജോലി ചെയ്തിട്ടായാലും അതെന്ത് പണിയായാലും ചെയ്തിട്ട് വീട് നോക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് കുറേ ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി. അത് എനിക്ക് അപ്പോഴും എനിക്ക് വലിയൊരു പണക്കാരി ആവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവണമെന്നോ വിചാരിച്ചിട്ടല്ല. എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മനസ്സിലത് തോന്നിപ്പിക്കുന്നതായിരിക്കാം. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അറിയുന്നത് സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമിനെ പറ്റി. അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് അറിയുന്നത്, അവിടെ തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാരണം എനിക്ക് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവേ ജിമ്മ് അതിനോട് അത്ര വലിയൊരു വാവ് എന്നുള്ളൊരു തോന്നലില്ല. എനിക്ക് അത്ര എൻജോയ് ചെയ്ത് ഇഷ്ടമാണ്, പക്ഷെ അത്ര എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. പക്ഷെ സൂംബ എന്ന് പറയുമ്പോൾ ഒരു ഡാൻസാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസിലൂടെ എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് സൂംബയാണെന്നുള്ളത്, സൂംബ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അത് പഠിക്കണം എന്നൊരാഗ്രഹം വന്നു. അപ്പോഴും സൂംബ എന്താണെന്നോ സൂംബ എവിടെ പോയി പഠിക്കണമെന്നോ സൂംബ അതെങ്ങനെ പഠിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ആഗ്രഹിച്ചു. അതും 2017-18 കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. 16-17-18 ഇതിലെപ്പോഴോ ഏതോ ഒരു സമയത്താണ് ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത്. 17 ആവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു. അങ്ങനെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അറിയുമ്പം എന്തെങ്കിലും പഠിക്കാം. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയായിരുന്നു, എന്തെങ്കിലും നേടാം, എന്തെങ്കിലും പഠിക്കാം, എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരാഗ്രഹങ്ങളായിരുന്നു. കാരണം നമ്മുടെ ഇന്നാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും, അതറിയാൻ വേണ്ടിയിട്ട് അതെവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെ പോയി ചെയ്യാമെന്നൊക്കെ പരിശ്രമിക്കും. അന്ന് അങ്ങനെയൊന്നും അല്ല. അന്ന് നമ്മുടെ സാഹചര്യം ഇതാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് എന്നെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ, അത് മാത്രമല്ല എനിക്കത് ഇതൊരു ഫീൽഡായിട്ട് കൊണ്ടുപോകണമെന്നോ കരിയറായിട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ജോലി ചെയ്യുന്നു, ആ ജോലി എൻ്റെ തൽക്കാലം സാമ്പത്തികമായിട്ട് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും, നാളെ ഒരു സമയത്ത് അത് തന്നെ ചെയ്യണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ ജസ്റ്റ് ഒരു ആഗ്രഹം, സൂംബ കൊള്ളാം, ഡാൻസ് പഠിക്കാം, ഡാൻസ് ആണല്ലോ, ഡാൻസർ ആവാനോ പറ്റിയില്ല എങ്കിൽ ഇതെങ്കിലും പഠിക്കാമല്ലോ എന്നുള്ള ആഗ്രഹം അങ്ങനെ മനസ്സിൽ വന്ന് അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ ടൈമിലൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള മറ്റൊരു സ്വപ്നമായിരുന്നു ഒരു യോഗ സെൻറ്റർ തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അത് അങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീടൊക്കെ വിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒന്നും ഹാപ്പി അല്ല, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, ആളുകൾക്ക് വിഷമമുണ്ട്, അസുഖങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അസുഖങ്ങൾ വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ് അവർ സഫർ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ ലോകത്ത് ആരും അസുഖങ്ങൾ വന്ന് മരിക്കരുത്, അതും പ്രത്യേകിച്ച് ഈ പെർട്ടിക്കുലർ അസുഖങ്ങളൊന്നും വരരുതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാനന്ന് വളരെ കൊച്ചുകുട്ടിയാണ്. അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതുപോലെ യോഗ ചെയ്താൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന, മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അസുഖത്തിൽ നിന്നൊക്കെ ഭയങ്കര ഭേദമാകും. ആയുർവേദമൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ മാറും. അങ്ങനത്തെ ഒരു തോട്ടിലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഈ ഒരു യോഗ സെൻറ്റർ തുടങ്ങണമെന്നും ഈ യോഗ സെൻറ്റർ തുടങ്ങി അതിൽ തീരെ പറ്റാത്ത, പൈസ ഇല്ലാത്ത, തീരെ പാവത്തങ്ങളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാതെ അവർക്ക് അവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ പൈസ ഉള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അത് പൊട്ട ചിന്തയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ചിന്ത അതായിരുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്താണ് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ചൈനീസ് ചാനൽ ലിസിക്കി എന്നാണ്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ചാനൽ. കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ. അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ചാനലാണ്. ആ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് എൻ്റെ യോഗ സെൻറ്റർ എങ്ങനെ ആയിരിക്കണം എന്ന് വരെ ഞാൻ പ്ലാൻ ചെയ്തു. അതായത്
നിറച്ച് ചെടിയൊക്കെ വെച്ച് നിറച്ച് മരമൊക്കെ ആയിട്ട്. ഞാൻ പൊതുവേ ഭയങ്കര നേച്ചർ ലവറാണ്, ഭയങ്കരമായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭയങ്കര ഹാപ്പി. എനിക്ക് ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര ഹാപ്പിയാവും ഞാൻ. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് എനിക്കുണ്ടാവുന്ന ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ ചിന്ത. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനത്തെ ചിന്ത കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്. അങ്ങനെ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നടക്കും, ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നടക്കണം എന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല, അത് ഫോഴ്സ് ചെയ്തിട്ടില്ല. നടക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നടക്കുമായിരിക്കും എന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ഫോഴ്സ്ഫുള്ളി എനിക്കത് കിട്ടണം 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ആ സമയത്തൊന്നും അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഒരു കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് അതിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, നടക്കോ ഇല്ലയോ എന്ന് പോലും വേവലാതിപ്പെടാതെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവുന്നു. അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ എനിക്കന്ന്. അപ്പം അങ്ങനെ എൻ്റെ ഈ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ എന്തുണ്ടായാലും ഞാൻ അതുപോലെ ഓപ്പണായിട്ട് പറയും, അത് ആഗ്രഹങ്ങളായാലും എന്ത് കാര്യമായാലും. അപ്പം വിഷമങ്ങൾ വെച്ചിട്ടോ, വിഷമങ്ങളൊന്നും ഞാൻ അങ്ങനെ തുറന്നു പറയാറില്ല. എനിക്ക് പറയാൻ പറ്റും എന്ന് തോന്നുന്ന ഇടങ്ങളിലല്ലാതെ ഒരാളോട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ചിന്തകളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഭയങ്കര കൂട്ടായിട്ടുള്ള കുറേ ചേച്ചിമാരും ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതുപോലെ ചെയ്യണം ചെയ്യണം ചെയ്യണം. ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരെയൊക്കെ ഈ ചാനലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും, ഇത് കണ്ടോ, ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്യണം, എന്താ അടിപൊളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. 2016 തുടങ്ങിയ എൻ്റെ ജേണി 2022 അവസാനിക്കുന്നത്. അതായത് ഞാൻ 2016 ജോലി സ്റ്റാർട്ട് ചെയ്തു, 2022 എൻ്റെ ജോലി ഞാൻ അവസാനിപ്പിച്ചു. സ്റ്റാഫായിട്ട് പോകുന്ന പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു വർഷം ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാതെ 6 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 6 വർഷത്തിനിടയിലാണ് ഞാൻ ജീവിതം എന്താണെന്ന് പഠിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ. ഞാൻ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തതൊക്കെ ഈ വർഷങ്ങളാണ്. ഈ വർഷങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ലോകം എന്താണെന്ന് പഠിച്ചു. നമുക്ക് ചുറ്റും കാണുന്ന, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ വീട്, എൻ്റെ അമ്മ, ഇതൊന്നും അല്ല ലോകമൊന്നും, ഇതിന് പുറത്തൊരു ലോകം ഉണ്ടെന്നും അവിടെ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും ഒക്കെ ഞാൻ പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ടത് നമുക്ക് എപ്പോഴും വേണ്ടത് ജീവിതത്തെപ്പറ്റി നമുക്കൊരു പാഠം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അത് ഇച്ചിരി കഠിനമാണെങ്കിലും ലൈഫ് നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്നത് വളരെ നല്ലതാണ്. അതാണ് നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു ഇത്രയും വർഷത്തെ ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളതും, നിങ്ങൾ ലൈഫിൽ ഭയങ്കര സ്ട്രഗ്ലിങ് മൊമെൻറ്റ്സ് ആയിരിക്കും, ലൈഫിൽ ഭയങ്കര വേദനകളായിരിക്കും, സങ്കടങ്ങളായിരിക്കും. അതൊക്കെ നല്ലതിനാണ്. നാളെ നമുക്കൊരു വരാനിരിക്കുന്ന ഒരു വലിയൊരു ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമാണ് ഈ വേദനകളും സങ്കടങ്ങളും ഒക്കെ എന്നുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പഠിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഇൻട്രോവേർട്ടായിരുന്നു. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അക്കൗണ്ട് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാതെ പലവട്ടം അത് ബ്ലോക്കായി പോയിട്ടുണ്ട്. എനിക്ക് ബാങ്കിൽ അത് റീആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബാങ്കിൽ പോകാൻ പേടിയായിരുന്നു. എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതുപോലെ എനിക്ക് പല കാര്യത്തിനും എനിക്കൊന്നും ഞാൻ എന്താണോ അതൊന്നും അല്ലായിരുന്നു ഞാൻ. എനിക്ക് അതിലോട്ടൊന്നും എത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ ട്രാൻസ്ഫോം ചെയ്തത് 2023 2023 ഞാനൊരു നല്ല ദിവസമോ അല്ലെങ്കിൽ ഇന്ന് നന്നാവാം നാളെ നന്നാവാം എന്നൊന്നും വിചാരിച്ചല്ല. ഗ്രാജുവലി ഞാൻ ഓരോരോ കാര്യത്തിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരാളിലേക്ക് എത്തിയത്. ഞാനിപ്പം ഭയങ്കര അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു 40% വരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയും ഉണ്ട് എനിക്ക് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ എത്തും. പക്ഷെ എൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ട്രാൻസ്ഫർമേഷന് ഞാൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ തന്നെ എഫേർട്ട് എടുത്ത്, ഞാൻ തന്നെ വേണമെന്ന് വിചാരിച്ച് എല്ലാം ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ച് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഓരോരോ പടികൾ കയറി വന്നത്. ഈ പടികൾ കയറുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൈകൾ എനിക്ക് നേരെ വന്നിട്ടുണ്ട്, സഹായത്തിൻ്റെതായിട്ടുള്ള കൈകൾ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കരുണയുടേതായിട്ടുള്ള കൈകൾ, സഹായത്തിൻ്റെതായിട്ടുള്ള കൈകൾ, തലോടലിൻ്റെതായിട്ടുള്ള കൈകൾ, അടിയുടേതായിട്ടുള്ള കൈകളൊക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങളും ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് മൊമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ
ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യ്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫ് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2016 ഞാൻ 2016-17 കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിച്ച സൂംബ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം അത് എൻ്റെ ലൈഫിലോട്ട് കറങ്ങി തിരിഞ്ഞ് വരികയാണ്. അപ്പം ഞാൻ പറയത്തില്ല ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നോ ആഗ്രഹിച്ച് വിട്ടൊരു കാര്യം, അത് ഞാൻ അത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമല്ല, എന്നിട്ടും അത് കറങ്ങി തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലൈഫിലോട്ട് വരികയാണ്. അതിന് സാഹചര്യങ്ങൾ വന്നു, അതിന് ആ സാഹചര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സാഹചര്യത്തിൽ അതിന് മുമ്പുള്ള ഞാൻ ഒരുപക്ഷെ എനിക്ക് 2017 ആ ഒരു അവസരം വന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് എടുക്കത്തില്ല. ലൈഫിൽ ചിലപ്പോൾ അവസരങ്ങൾ വരുന്നത് ഒറ്റ തവണയായിരിക്കും, നമ്മളത് എടുക്കാൻ തയ്യാറാവണം. അന്ന് ഒരുപക്ഷെ അത് ഞാൻ എടുക്കത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അന്ന് എനിക്കത് കിട്ടാതെ പോയത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലൈഫിലോട്ട് ആ അവസരങ്ങൾ വന്നു, ആ ഒരു അവസരം വന്നു, ഞാനത് എടുത്തു. ഞാൻ അങ്ങനെ ആ സൂംബയ്ക്ക് പോയി സൂംബ ലൈസൻസ് എടുത്ത് അങ്ങനെ ഞാനൊരു സൂംബ ഇൻസ്ട്രക്ടറായിട്ട് മാറി. പക്ഷേ സൂംബ പഠിച്ചിട്ട് ഒരു 6-7 മാസത്തോളം ഞാൻ ആ ഒരു ലൈസൻസ് വെച്ച് ഒന്നും ചെയ്യാതിരുന്നു. അതായത് നമ്മൾ ലൈസൻസ് കിട്ടി, നമുക്കിനി സൂംബ ക്ലാസ്സസ് ഒക്കെ തുടങ്ങാം. പക്ഷേ ഞാൻ ക്ലാസ് തുടങ്ങിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങനെ 6-7 മാസത്തോളം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതും കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ പുറത്ത്. അതിനൊക്കെ കാരണങ്ങളുണ്ട്, അതെന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്നുള്ളതിനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 6-7 മാസത്തോളം ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂംബ എല്ലാ മാസവും സൂംബയ്ക്കൊരു ഫിക്സഡ് എമൗണ്ട്, ഒരു 3000 എബോ നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ മാസവും അടയ്ക്കണം. അപ്പം ഇതും കൂടി അടയ്ക്കേണ്ടി വന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ക്ലാസ് എടുത്താൽ അതിനകത്തുനിന്ന് പൈസ എടുത്ത് അടയ്ക്കാം. പക്ഷേ ക്ലാസ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കുകയാണ്. അപ്പം എനിക്ക് എക്സ്പെൻസ് കൂടി വന്നു. എനിക്ക് വരുമാനവും കുറവാണ്, എക്സ്പെൻസ് കൂടിയും വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു സ്ട്രഗ്ലിങ് മൊമെൻറ്റിലോട്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്തെന്ന് പറയുന്നത് ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ അല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഓക്കെ അല്ല. അപ്പോൾ എനിക്ക് ആകെ മൊത്തം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഒരു ലൈഫിൽ ഭയങ്കര ഒരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീല് വരികയാണ്. ഈ ഒരു സമയം എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് മൊമെൻറ്റിലൂടെ പോകുന്ന ഒരു സമയമാണ്. എൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര മോശമായി, എൻ്റെ വെയിറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു, എൻ്റെ മുടിയൊക്കെ പോയിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ. നല്ല തിക്കായിട്ടുണ്ടായിരുന്ന മുടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു പോയി, ഉള്ളൊക്കെ പോയി, ഞാനൊരു ഇഞ്ചപ്പരുവായിട്ടുള്ളൊരു സമയമാണത്. ആ ഒരു സമയത്ത് ഞാൻ ബ്രേക്ക് എടുത്തു, ഞാൻ ജോലിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് റെസ്റ്റ് ആവശ്യമായിരുന്നു, ഞാൻ റെസ്റ്റ് എടുത്തു. എൻ്റെ ഹെൽത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുത്തു. എനിക്ക് എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യം നശിച്ചാൽ നമുക്കാണ് നഷ്ടം, വേറെ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ സന്തോഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ എൻ്റെ ലൈഫിൽ വേറെന്തോ വന്നോട്ടെ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നോട്ടെ, എന്തോ വന്നോട്ടെ, ബട്ട് എനിക്ക് വേണ്ടത് എൻ്റെ ആരോഗ്യം, എൻ്റെ സന്തോഷമാണെന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ കംപ്ലീറ്റ്ലി ഞാനൊരു ബ്രേക്ക് എടുത്തു. ഈ സമയത്തൊക്കെ ഞാൻ ഈ ലൈസൻസ് കൈവിടാതെ ഞാൻ എങ്ങനെയൊക്കെയോ പൈസ അടച്ചു പോകുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് വരുമാനമില്ല, കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു എന്താ പറയുക സ്ട്രഗ്ലിങ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. ബട്ട് ആ സ്ട്രഗ്ലിങ് മൊമെൻ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു മൊമെൻറ്റ്. അപ്പം ലൈഫിൽ സ്ട്രഗിൾ വരുന്നത് നല്ലതാണ്. ആ സ്ട്രഗിളാണ് ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു ലെവലിലോട്ട് എന്നെ കൊണ്ടെത്തിച്ചത്. ഈ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ശരിക്കും മെഡിറ്റേഷൻ്റെ പവർ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷനെ പറ്റി. മെഡിറ്റേഷൻ ഞാൻ മുമ്പും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ആ ടൈമിൽ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്നാലും എനിക്ക് നല്ലതായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിൽ ഇപ്പം ആ ഒരു സമയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അവസാനം ഞാൻ എത്തിപ്പെട്ട ഒരു മെഡിറ്റേഷനാണ് ഓം മെഡിറ്റേഷൻ. ഓം മെഡിറ്റേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ വളരെ സ്ട്രോങ് ആവാനും എൻ്റെ ലൈഫിൽ മുന്നോട്ടൊരു നല്ലൊരു ക്ലാരിറ്റി കിട്ടാനായിട്ടും, ലൈഫിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടാനായിട്ടും, എന്നെ സ്ട്രോങ് ആക്കാനും, അതുവരെ ഉണ്ടായിരുന്ന ഒരു ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ളൊരു മാറ്റത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് എൻ്റെ ഉള്ളിലൊരു പവർ ഉണ്ടാവാൻ തുടങ്ങി. എന്ത് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക. ഞാൻ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനകത്തുനിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പേടിച്ച് പിന്മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം മെഡിറ്റേഷൻ മാത്രമല്ല, ജീവിതാനുഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്നെ മുന്നോട്ട് ലൈഫിൽ പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ ഭയങ്കര പവർഫുള്ളായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ലൈക്ക് നമുക്കിപ്പം ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൈൻഡിനെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം മൈൻഡിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വേണ്ടവർ മുകളിൽ ഐ കാർഡിൽ ഒന്ന് നോക്കിയാൽ മതി. ആ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താലും മതി.
അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരുപാട് നാൾ എനിക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം വീട്ടിലെ സാഹചര്യം അതാണ്, വരുമാനം ഇല്ല, ചിലവുകളുണ്ട്. ഇപ്പം നമുക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോയി കുടുംബം നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ചിലവുകൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി വേണം. പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ജോലിക്ക് പോകത്തില്ല. അതും പ്രത്യേകിച്ച് നാട്ടിൽ എന്തായാലും ഞാൻ ജോലിക്ക് പോകത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊച്ചിയിൽ സൂംബ ബേസ് ചെയ്തിട്ട് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോലി കിട്ടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതും കിട്ടിയില്ല, അവർ അവിടുന്ന് എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആകെപ്പാടെ ഭയങ്കര വിഷമമായിപ്പോയി. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് ജോലിയൊക്കെ വരുന്നുണ്ട്, നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ കൊച്ചിയിലായാലും എനിക്ക് പോകണമെന്നൊന്നുമില്ല, പക്ഷെ സാഹചര്യം അതായതുകൊണ്ട് എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു മൊമെൻ്റാണ് ലൈഫിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ ഓർത്ത് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അറിയത്തില്ല നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ദൈവത്തോട് മാത്രം പറയുക എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്, മനസ്സ് നൊന്ത് തന്നെ ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ലൈഫിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഹെൽത്തൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ഞാൻ ഹെൽത്തൊക്കെ ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത്, എൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി എനിക്ക് തിരിച്ചു പിടിക്കാൻ ഒരു 1 ഇയർ ഒക്കെ വേണ്ടി വന്നു. എന്നാലും ഒരു വിധമൊക്കെ ഞാനൊന്ന് ഓക്കെ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് എനിക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു വീട്ടിലൊരു പഴയ കുടുക്കയുണ്ടായിരുന്നു, അത് മൊത്തത്തിൽ കീറിപ്പറഞ്ഞ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കുഞ്ഞ് ഡപ്പ എടുത്തിട്ട് അതിലിരുന്ന ചില്ലറ പൈസ, അതെല്ലാം കൂടി ഒരു 10-30 രൂപ കാണും, അതെല്ലാം കൂടി കുടുക്കയിലിട്ടിട്ട് അമ്മയോട് പറഞ്ഞു, ഇനി 1 രൂപ കിട്ടിയാൽ പോലും അത് ചിലവാക്കരുത്, ഒരു കാര്യത്തിനും ചിലവാക്കരുത്. പൊതുവേ ഞാനൊരു സേവിങ്സ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് പൈസ കളയുന്ന ഒരാളല്ല. ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒഴിച്ച് ഞാൻ പൈസ അങ്ങനെ എനിക്ക് അനാവശ്യമായിട്ട് ഞാൻ ചിലവാക്കാറില്ല. ഞാൻ സേവ് ചെയ്യാനാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. കാരണം സേവ് ചെയ്തേ പറ്റുള്ളൂ, ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ചിലവുകളുണ്ടെങ്കിൽ അതുപോലും ഞാൻ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പുറത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റം കഴിക്കണമെന്ന് തോന്നുമെന്ന് വെച്ചോ, അതുപോലും ഞാൻ വെട്ടിക്കുറയ്ക്കുക, അതുപോലും വാങ്ങിക്കത്തില്ല. ആ പൈസ പോലും സേവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. അപ്പോഴും ഓർക്കണം, ആ സമയത്ത് കയ്യിൽ പൈസ ഒന്നും ഇല്ല, അത് മേടിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഞാനങ്ങ് തീരുമാനിക്കുകയാണ്, എന്തായാലും 1 രൂപ കൈ കിട്ടിയാലും, അല്ലെങ്കിൽ 1 രൂപ ചിലവാക്കേണ്ട ഒരു സാഹചര്യം വന്നാലും അത് വെട്ടിച്ചുരുക്കി അത് സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? 2024 എനിക്ക് സൂംബ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പൈസ എല്ലാം സേവ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ പൈസ സേവ് ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി, ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലി, കാരണം എൻ്റെ ഹെൽത്ത് മോശമാണ്. അപ്പോൾ എനിക്കൊരു ഫുൾ ടൈം ജോബൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, നാട്ടിലൊന്നും ഇനി ഞാൻ അങ്ങനെ ജോലിക്ക് പോയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവും എനിക്ക് ചിലപ്പോൾ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമുമാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അന്ന് ആ സമയത്തൊരു 5000-ൽ താഴെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. 5000-ഓട് അടുപ്പിച്ച് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊളാബ് ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു, കൊളാബറേഷൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു, ചെറിയ കൊളാബറേഷൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് റിയാക്റ്റീവ് ആക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം റിയാക്റ്റീവ് ആക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് അങ്ങനെ വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റുകൾ ചെയ്യാനൊന്നും ഇല്ല. കാരണം ഞാൻ മൊത്തത്തിലൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഞാനിങ്ങനെ ഞാനൊന്ന് എന്നെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഒരുപാട് പരിശ്രമിച്ചു കേട്ടോ. ഞാൻ ഡൗൺ ആയിട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മുകളിലോട്ട് വരാൻ വേണ്ടി ഒരുപാട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഈ അമ്പലങ്ങളിൽ പരിപാടികൾക്കൊന്നും അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ എനിക്കിഷ്ടമാണ് പോകാനായിട്ട്, പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് പോകാറില്ല. എന്തെങ്കിലും തിരുവാതിരയൊക്കെ കളിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ അവരോട് പറഞ്ഞിട്ട് അവരുടെ കൂടെ പരിപാടിക്ക് പോകും, അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകും, ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ ഞാൻ പോകാൻ തുടങ്ങി. എന്നെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി, എന്നെ റിഫ്രഷ് ആക്കാൻ വേണ്ടി, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, കൊച്ചുകുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ബുക്കുകൾ വായിക്കുക. ഈ ടൈമിലൊക്കെ ഞാൻ ഡൗൺ ആയിട്ടിരുന്ന ടൈമിലൊക്കെ കുറേ ബുക്സുകൾ, കുറേ സ്റ്റോറികളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം നിൽക്കുന്ന ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ. അങ്ങനെയൊക്കെയാണ് ഞാൻ
എന്നെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ആക്റ്റീവ് ആക്കാൻ തീരുമാനിച്ചു. ഇൻസ്റ്റഗ്രാം ചെറിയ രീതിയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഒരു 4 വർഷം മുന്നേ ഉണ്ടായിരുന്നതാണ്. അതുകൂടാതെ ഇതിൽ എനിക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ല ഇടാൻ. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ഹെയർ കെയർ വീഡിയോ കാണിക്കാൻ, എൻ്റെ കൊഴിഞ്ഞു പോയ മുടി കാണിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ ഞാനത് വളർത്തിയിട്ട് വീഡിയോ ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ പോയ മുടി വളർത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്കിതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പം ഞാൻ എൻ്റെ ഫീൽഡ് എന്താണോ, ഫിറ്റ്നസ് ആണ്, ആ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടു. എൻ്റെ ഭാഗ്യത്തിനായിരിക്കാം, ദൈവം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം, അതിൽ ഇട്ട് 2 വീഡിയോ ഇട്ടു. ആ 2 വീഡിയോസും നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒരു 1500 വ്യൂസ് കിട്ടി. രണ്ടാമത്തെ വീഡിയോ ഒരു 11K വ്യൂസ് കിട്ടി. ആദ്യം ഇട്ട 2 വീഡിയോസിനും നല്ല വ്യൂസ് കിട്ടി. അപ്പം എനിക്കതിനകത്തിലൊരു മോട്ടിവേഷൻ കിട്ടി. ഓക്കെ, എന്നാൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. അതിലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു സാധാരണ ഒരു ഫോണായിരുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കേൾക്കാനൊരു മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എക്കോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് ആ ഹെൽത്ത് ഭയങ്കര മോശമായതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബോഡി പെയിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുമാത്രമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈഫൈ എടുത്തതിൻ്റെ കഥകളൊക്കെ. അപ്പോൾ അതിലെ കഥ മെയിനായിട്ടുള്ള കഥ ഇതാണ്. നെറ്റ് ഞങ്ങളുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നെറ്റ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ലോങ് വീഡിയോ ഇന്ന് വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്താൽ നാളെ വൈകിട്ടേ അത് യൂട്യൂബിൽ വീഴുള്ളൂ. അത്ര സ്പീഡ് കുറവാണ് നെറ്റിന്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നീട് വൈഫൈ കണക്ഷൻ എടുക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നതൊക്കെ ഇത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ വൈഫൈ കണക്ഷൻ എടുക്കാനൊന്നും പൈസ ഇല്ല കയ്യിൽ. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിലവുകളുണ്ട്, വരുമാനം ഇല്ല. ഈ സൂമ്പയ്ക്ക് തന്നെ പൈസ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പെറുക്കി എടുത്തും കയ്യിലിരുന്നതും എല്ലാം കൂടെ കൊടുത്തൊക്കെയാണ് പൈസ അടച്ചുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് മന്ത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കയ്യിൽ പൈസ ഇല്ല. നെക്സ്റ്റ് മന്ത് അടയ്ക്കാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതുകൂടാതെ വേറെ കുറേ സാഹചര്യങ്ങളോട്, ഈ പൈസ അടയ്ക്കുന്നതിൽ വേറെ കുറേ സാഹചര്യങ്ങളോട് എനിക്ക് വരികയാണ്. അങ്ങനെ ആകെ മൊത്തവും ലൈഫിൽ ഞാൻ എന്താ പറയുക, എനിക്ക് അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരോടൊരു സഹായം ചോദിക്കും എന്നുള്ളൊരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി പോയിട്ടുള്ളൊരു സമയമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. യൂട്യൂബ് വരുമാനമായിരുന്നു എൻ്റെ എയിം എന്ന് പറയുന്നത്. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നടന്നു പോകണം, അതിനൊരു ചെറിയ വരുമാനം കിട്ടണം. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് സൂംബ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പ്ലാൻ അതായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നില്ല.